നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 72ാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് കാത്തിരിക്കുകയാണ് മലയാളികൾ, അല്ലേ? നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കാക്ക് ഈ പ്രാവശ്യം നാഷണൽ അവാർഡ് ലഭിക്കുമോ ഇല്ലയോ എന്നാണ് മലയാളികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന സിനിമയാണ് 72ാമത് നാഷണൽ അവാർഡിന് അവസാന റൗണ്ടിൽ മത്സര രംഗത്തുള്ളത്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നും കിഷ്കിന്ധകാന്ഡം എന്ന സിനിമ ഉണ്ട്, അതുപോലെ തന്നെ മഞ്ഞുമേൽ ബോയ്സ് ഉണ്ട്, തമിഴിൽ തങ്കലാൻ, അമരൻ, അത് പിന്നെ വിജയ് സേതുപതിയുടെ സിനിമയുണ്ട്. അങ്ങനെ 72ാമത് നാഷണൽ അവാർഡ് മമ്മൂക്കാക്ക് ലഭിക്കുമോ എന്നാണ് മലയാളികൾ ഉറ്റുനോക്കുന്നത്. ഇന്ന് ഈ അവാർഡ് പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ സമയം വരെയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അവാർഡ് പ്രഖ്യാപനം ഒരു പക്ഷേ ചിലപ്പം നീണ്ടു പോയേക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. എന്താണേലും മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്ക ചെയ്തിട്ടുള്ള കൊടുമൺ പോറ്റി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയും ഈ മത്സര രംഗത്ത് ഇല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം കൊടുമൺ പോറ്റി എന്ന് പറയുന്ന മമ്മൂക്കയുടെ ആ ഒരു ക്യാരക്ടർ അത് ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ലോക സിനിമയിൽ തന്നെ ഒരുപാട് പ്രശംസ ഏറ്റുവാങ്ങുകയും ഓസ്കാർ വേദികളിൽ പ്രദർശിപ്പിക്കുകയും ഓസ്കാർ മ്യൂസിയത്തിൽ ആദ്യമായി ഒരു ഇന്ത്യൻ സിനിമ പരിഗണിക്കുന്നത് മമ്മൂക്ക ചെയ്തിട്ടുള്ള ബ്രഹ്മയുഗം എന്ന സിനിമയാണ്. രാഹുൽ സദാശിവ് സംവിധാനം ചെയ്ത് മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുള്ള ബ്രഹ്മയുഗത്തിന് പകരം വെക്കാൻ മറ്റൊരു സിനിമ ഇല്ല, അല്ലെങ്കിൽ അതിന് ചെക്ക് വെക്കാൻ വേറൊരു സിനിമ ഇല്ല എന്നുള്ളതാണ്. ഏതായാലും ജൂറി അംഗത്തിൽ നമ്മുടെ രാജസേനൻ ഉൾപ്പെടെ 11 പേരാണ് ഈ ജൂറി അംഗത്തിലുള്ളത്. പ്രഖ്യാപനം വൈകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദേശീയ അവാർഡുകളിലുമെല്ലാം മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള സിനിമകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അവസാന റൗണ്ടിൽ മമ്മൂക്കയെ തള്ളുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത്. എന്നാൽ ഈ പ്രാവശ്യം ബ്രഹ്മയുഗം എന്ന് പറയുന്നൊരു സിനിമയെ അത്ര വേഗം അവർക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ കൊടുമൺ പോറ്റി എന്ന് പറയുന്ന മമ്മൂക്ക ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം വേറെ ആരും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ജൂറി അംഗങ്ങൾക്ക് മുന്നിൽ വല്ലാത്തൊരു വെല്ലുവിളിയാണ് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 72ാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ജൂലൈ അവസാനത്തോടെ ആകും എന്നാണ് പറയുന്നത്. എന്തായാലും മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസമായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക 4ാമതും നാഷണൽ അവാർഡ് മേടിക്കുമോ ഇല്ലേ എന്നുള്ളത് നമുക്കിനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ബ്രഹ്മയുഗം എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് മുകളിൽ വേറൊരു സിനിമ ഇല്ല എന്നുള്ളത് അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ നാഷണൽ അവാർഡ് മമ്മൂക്കാക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് മമ്മൂക്കായോടും അല്ലെങ്കിൽ ആ ഒരു കലാകാരനോട് കാണിക്കുന്ന അങ്ങേയറ്റം ഒരു അനീതി തന്നെയായിരിക്കും. എന്തായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മമ്മൂക്കാക്ക് തന്നെ ഈ പ്രാവശ്യം ഈ ഒരു അവാർഡ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവാർഡ് മമ്മൂക്കാക്ക് ലഭിക്കുകയാണെങ്കിൽ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ നാഷണൽ അവാർഡ് വാങ്ങിക്കുന്ന ഒരു നടനായി നമ്മുടെ മമ്മൂക്ക മാറും. എന്നോ കിട്ടേണ്ട ഒരു അവാർഡായിരുന്നു മമ്മൂക്കാക്ക് പത്മഭൂഷൺ. പക്ഷേ അത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളും ചില രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളും ഒക്കെ കൊണ്ടാണ് ഇത്രയും കാലം മമ്മൂക്കാക്ക് ആ ഒരു അവാർഡ് ലഭിക്കാതെ പോയതും. അല്പം വൈകിയാണെങ്കിലും മമ്മൂക്കാക്ക് ഒരു അവാർഡ് ലഭിച്ചപ്പോൾ ഓരോ മലയാളികളും ആ ഒരു അവാർഡിൽ സന്തോഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നാഷണൽ അവാർഡ് കൂടെ മമ്മൂക്കാക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ താരചക്രവർത്തിയായി നമ്മുടെ മമ്മൂക്ക ഇങ്ങനെ തിളങ്ങി നിൽക്കും. ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളുമായി ഈ 74ാമത്തെ വയസ്സിലും നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി മമ്മൂക്ക തയ്യാറെടുക്കുന്നു. എന്തായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. 4ാമത് അവാർഡും മമ്മൂക്കാക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മമ്മൂക്കാക്ക് ഈ പ്രാവശ്യത്തെ നാഷണൽ അവാർഡ് ലഭിക്കുമോ ഇല്ലയോ, ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കളികൾ ഉണ്ടാകുമോ എന്നൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും